നമസ്കാരം. തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളെ ആകെ തന്നെ വേദനിപ്പിച്ച വലിയ ദുരന്തമായിരുന്നു വയനാട്ടിലുണ്ടായ മുണ്ടക്കൈ ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ. ആ ഉരുൾപൊട്ടലിൽ നമുക്ക് നഷ്ടമായത് നമ്മുടെ 400ഓളം സഹോദരങ്ങളെയാണ്. അതുപോലെ 400ലധികം വീടുകൾ അവിടെ ഇല്ലാതായി. നിരവധി വളർത്തു മൃഗങ്ങളടക്കം അത്തരത്തിൽ എണ്ണം പറയാൻ സാധിക്കാത്ത തരത്തിലുള്ള വലിയ ദുരന്തമാണ് അവിടെ നടന്നത്. തുടർന്ന് അതുമായി ബന്ധപ്പെട്ട പിന്നീട് നമ്മൾ ഒരു സങ്കട കാഴ്ചകൾ തന്നെ കണ്ടു. അത് മൃതദേഹങ്ങൾ പുഴയിൽ, അതായത് ചാലിയാർ പുഴയിലടക്കം ഒഴുകി നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ച് വലിയ ദുരന്തമാണ്, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് തന്നെ വലിയ ദുരന്തം എന്ന് പറയേണ്ടിയിരിക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ദുരന്തമാണ് അവിടെ നടന്നത് എന്നതിൽ തർക്കമില്ല. ഇതുമായി ബന്ധപ്പെട്ട് പുനരധിവാസം ഇപ്പോൾ എവിടെയും എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു വർഷം തികയാറായി ഈ ദുരന്തം നടന്നിട്ട്. പലർക്കും വീടുകൾ, സ്വന്തമായി വീടുകളില്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ വീടുകൾ അന്തി ഉറങ്ങാൻ ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. പലരും വാടക വീടുകളിലാണ് കഴിയുന്നത്. അതിൻ്റെ വാടക പോലും സംസ്ഥാന സർക്കാർ പലപ്പോഴും കൃത്യമായി നൽകുന്നില്ല എന്നൊക്കെ അവർ പരാതി പറഞ്ഞ് നേരത്തെ മാധ്യമങ്ങളിൽ വന്നതും നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ചില നല്ല കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അവിടെ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ഊർജിതമായി ഇപ്പോൾ നടത്തുന്നുണ്ട്. അതോടൊപ്പമാണ് അന്ന് പലപ്പോഴും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പല സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ വലിയ വാഗ്ദാനങ്ങൾ നൽകാറുണ്ട്. അവിടെയും ഈ ഒരു ദുരന്തമുണ്ടായ സമയത്ത് പല വാഗ്ദാനങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികളും പ്രഖ്യാപിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വീടുകൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് വീടുകൾ നൽകുക എന്നതായിരുന്നു. 100 വീടുകൾ കോൺഗ്രസ്, 100 വീടുകൾ മുസ്ലിം ലീഗ്, യൂത്ത് കോൺഗ്രസ്, ഡിവൈഎഫ്ഐ, അങ്ങനെ BJP അടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വീടുകൾ വെച്ച് നൽകാമെന്ന് ആ സമയങ്ങളിൽ പറയുകയും അവർ ഇതിനായി മുന്നിട്ടിറങ്ങി പിരിവ് നടത്തുകയും ചെയ്തിരുന്നു. അതിൽ യൂത്ത് കോൺഗ്രസ് പിരിച്ചെടുത്തത് 87 ലക്ഷം രൂപയാണ്. ഒടുവിൽ ഈ 87 ലക്ഷം രൂപയുടെ വാർത്ത വിവാദമായത് നമുക്കറിയാം. ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വെച്ച് ഈ 87 ലക്ഷം രൂപയുടെ കണക്കുകളില്ല, അല്ലെങ്കിൽ വീടുകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വെച്ച് നൽകിയില്ല എന്ന തരത്തിൽ വാർത്തകൾ വരികയും സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെട്ട് ആ പണം എവിടെയും പോയിട്ടില്ല, ബാങ്കിലുണ്ട് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഇങ്ങനെ 87 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടതുകൊണ്ട് ഈ പാവങ്ങൾക്ക് എന്ത് ഗുണം എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. മാത്രമല്ല, സംസ്ഥാന സർക്കാർ ഭൂമി നൽകാത്തത് കൊണ്ടാണ് തങ്ങൾക്ക് വീടുകളുടെ നിർമ്മാണം ആരംഭിക്കാൻ സാധിക്കാത്തതെന്നാണ് യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ടത് ഡിവൈഎഫ്ഐയുടെ മാതൃകയാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ 25 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു പറഞ്ഞത്. യൂത്ത് കോൺഗ്രസ്സുകാർ അത് 30 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും പറഞ്ഞു. 25 വീടുകൾക്ക് വേണ്ടി പിരിച്ചെടുത്ത 20 കോടിയോളം രൂപ ഡിവൈഎഫ്ഐക്കാർ സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. അതേ മാതൃക എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസിന് സ്വീകരിച്ചുകൂടാ എന്നാണ് ഉയരുന്ന ചോദ്യം. അതായത് സംസ്ഥാന സർക്കാർ പിടിപ്പുകേട് കാണിക്കുന്നു, ദൂർത്ത് എന്നൊക്കെ പറഞ്ഞാൽ പോലും അതൊരു സർക്കാർ സംവിധാനമാണ്. ആ പണം അവിടെ ഏൽപ്പിച്ച് അത് സംസ്ഥാന സർക്കാർ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുക. ഇനിയെങ്കിലും ഒരു വർഷം പിന്നിടാറായി. അങ്ങനെയെങ്കിൽ ഈ പാവങ്ങൾക്ക് ആ സർക്കാർ സംവിധാനത്തിലൂടെ വല്ല സഹായം ലഭിക്കുകയാണെങ്കിൽ അതാണല്ലോ മികച്ചത് എന്നാണ് ഇനിയെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാർ ചിന്തിക്കേണ്ടത്. അപ്പോൾ യൂത്ത് കോൺഗ്രസ് അങ്ങനെ ചെയ്യുമെന്ന് പ്രത്യാശിക്കാം. അപ്പോഴാണ് 100 വീടുകൾ വെച്ചു കൊടുക്കുമെന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞ ആ 100 വീടുകൾ എവിടെ എന്ന ചോദ്യം ഉയർന്നത്. എന്തായാലും 100 വീടുകളെക്കുറിച്ച് സ്ഥലം ഏറ്റെടുക്കുന്നു, ഇപ്പോൾ ശരിയാവും എന്നൊക്കെയാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. എത്ര രൂപ ഇതിനുവേണ്ടി പിരിച്ചു എന്ന കണക്ക് പോലും കോൺഗ്രസ് പറയുന്നില്ല. പക്ഷേ മുസ്ലിം ലീഗ് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. അവർ ഭൂമി ഏറ്റെടുത്ത് നിരവധി വീടുകൾ അവർ ഇതിനകം പണി കഴിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവർ ഏറ്റെടുത്ത ഭൂമി ചില നിയമപ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും മുസ്ലിം ലീഗും ഡിവൈഎഫ്ഐയും ഒക്കെ തന്നെ വലിയ നല്ല മാതൃക ഇതിൽ കാണിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ യൂത്ത് കോൺഗ്രസും പിരിച്ച കണക്കുകൾ പോലും പറഞ്ഞിട്ടില്ല. യൂത്ത് കോൺഗ്രസ് 87 ലക്ഷം രൂപ പിരിച്ചു എന്നവർ പറയുന്നു. ആ പണം ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല, ആ രീതിയിൽ സർക്കാരിനെ ഏൽപ്പിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് പറയാനുള്ളത്.